ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതിന് ഒന്നാമത്തെ റീസൺ, നമ്മൾ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ ഡോക്ടർ സീരീസുമായിട്ട് പോയ സമയത്ത് നിങ്ങൾ അത്രയും ഗംഭീരമായിട്ടാണ് നിങ്ങൾ കണ്ടത്. നിങ്ങളുടെ കമന്റുകളൊക്കെ ഈ കമന്റ് ബോക്സിലൊക്കെ കാണാൻ പറ്റി. അതേപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഏറ്റെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്ത ചാപ്റ്ററുകളിൽ ഒരു ചാപ്റ്ററാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്നത്. ഒട്ടുമിക്ക കുട്ടികൾക്കും ടഫ് ആയിട്ടുള്ള ചാപ്റ്ററിൽ പെട്ട ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാണ്, ഈ ഒരു ചാപ്റ്ററിന്റെ ഈ ഒരു ഡോക്ടർ സീരീസ് നിങ്ങൾ കാണുന്നതോടുകൂടി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്ററിൽ പെട്ട ഒരു ചാപ്റ്റർ ആയിരിക്കും ഇത് എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. സോ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇതിന്റെ പാർട്ടുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. മാക്സിമം ഒരു 2-3 വീഡിയോസ് ആണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഇനി എടുക്കാനുള്ളത്. സോ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കും നിങ്ങൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം. അവരോടൊക്കെ കാണാൻ പറയണം. സോ അതിനു മുമ്പേ നിങ്ങൾ അയച്ച മെസ്സേജുകളും നിങ്ങൾ യൂട്യൂബിലിട്ട കമന്റുകളുടെയൊക്കെ ചെറിയ സ്ക്രീൻഷോട്ടുകളാണ്. എല്ലാ ദിവസവും ഒരുപാട് കമന്റുകളും ഒരുപാട് മെസ്സേജുകളും വരാറുണ്ട്. പറ്റുന്നത്രയും കാണാറുണ്ട്, റീപ്ലൈ തരാറുണ്ട്. എന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്ത മെസ്സേജുകളൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാറുണ്ട്. ഗ്യാലറി ഫുള്ള് നിങ്ങളുടെ മെസ്സേജുകളാണ്. എല്ലാം ഇവിടെ കാണിക്കാനാണ് നിങ്ങൾക്കും ബോറടിക്കുക. എന്നാലും എൻ്റെ മനസ്സിൽ അത്രയധികം ഡീപ്പായിട്ട് തട്ടിയ ഒരുപാട് മെസ്സേജുകളുണ്ട്. അതിൽ ഒരു കാര്യം, ഐ വാണ്ട് ടു മീറ്റ് മൈ ഷാഹിദ് സാബ് വിത്ത് 2 എക്സാം പേപ്പർ മാർക്സ് ആണ് പറയുന്നത്. വൺ ഈസ് ഐ ഗോട്ട് 15 out of 40, 40ൽ 15 മാർക്ക് കിട്ടിയതും സാറിന്റെ ക്ലാസ് കാണുന്നതിന് മുമ്പേയും ആ സാറിന്റെ ക്ലാസ് കണ്ടതിന് ശേഷം 80ൽ 80 കിട്ടിയ ആ 2 ആൻസർ ഷീറ്റുകളും കാണിച്ചുകൊണ്ട് എന്നെ കാണുമെന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു സന്തോഷം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. എനിക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും കിട്ടാത്ത മാർക്കാണ് എന്നിലൂടെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ബാക്കി ആ മെസ്സേജ് വായിക്കുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഓരോ കുട്ടികൾക്കും പ്രത്യേകിച്ച് മാത്സിൽ 110ൽ 104 മാർക്ക് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അധികം സന്തോഷമുണ്ട്. പിന്നെ അതേപോലെ ഫസ്റ്റ് ടൈം ആയിട്ട് സ്കൂളിൽ ഫസ്റ്റ് ആയി എന്നാണ് പറയുന്നത്. പൂപ്പ് സാറ് മാർക്ക് കിട്ടിയ സ്കൂളിൽ ഫസ്റ്റ് ആയി. ഇത്തവണത്തെ എക്സാം പാടാണെങ്കിലും കോൺസെപ്റ്റ് സെറ്റ് ആയിരുന്നു, അതുകൊണ്ട് മാത്സ് വിളിച്ചു. അതിന്റെ കോൺസെപ്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ഈ ഡോക്ടർ സീരീസിൽ പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് മറ്റൊന്നല്ല, അത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്ന കിഡിലൻ ചാപ്റ്റർ ആണ്. സോ നിങ്ങൾ ആരും മിസ്സാക്കരുത്. ഏറ്റവും ആദ്യം ഞാൻ നിങ്ങൾക്ക് ഒരു റൂട്ട് മാപ്പ് തരാം കേട്ടോ. ഒരു റൂട്ട് മാപ്പ് തരാം മക്കളെ. ഈ ചാപ്റ്റർ ആകെ 2 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. വെറും 2 കാര്യങ്ങൾ. ചാപ്റ്റർ 4 നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എത്രയാണ്? 2 കാര്യങ്ങളാണ്. അത് ആദ്യം മനസ്സിലാക്കി വെക്കാം. 2 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ക്വയർ കംപ്ലീഷൻ അഥവാ വർഗം തികയ്ക്കുക എന്ന് പറയുന്നതാണ്. സ്ക്വയർ കംപ്ലീഷൻ അഥവാ വർഗം തികയ്ക്കുക. രണ്ടാമത്തത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള -b ± √b² - 4ac/2a എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഈ 2 ടോപ്പിക്കേ ആകെ പഠിക്കാനുള്ളൂ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക്കുമാണ്. എന്താണ് സ്ക്വയർ കംപ്ലീഷൻ? എവിടെയൊക്കെയാണ് സ്ക്വയർ കംപ്ലീഷൻ പോസിബിൾ ആവുക? മക്കളെ, സ്ക്വയർ കംപ്ലീഷൻ ആ വാക്ക് തന്നെ ഉണ്ട്, വർഗം പൂർത്തീകരിക്കുക. ഇപ്പൊ 24നോട് ഏത് നമ്പർ കൂട്ടിയാലാണ് അതൊരു സ്ക്വയർ ആവുക? 24നോട് 1 കൂട്ടിയാൽ അത് സ്ക്വയർ ആവും. 25 എന്ന് പറയുന്നത് 5 സ്ക്വയർ ആണ് അല്ലേ? നിങ്ങൾക്കറിയാം 9നോട് അല്ലെങ്കിൽ 10നോട് ഏത് കൂട്ടിയാലാണ് ഒരു സ്ക്വയർ ആവുക, പെർഫെക്റ്റ് സ്ക്വയർ ആവുക? 10നോട് 6 കൂട്ടിയാൽ മതി, 16ആയി. അതേപോലെ ഓൾജിബ്രായിൽ അഥവാ എക്സ് ഒക്കെ വരുന്ന ടൈം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാനുള്ള കാരണം അതാണ്. എക്സ് വരുന്നത് പ്രശ്നമാണ് സാറേ അല്ലെ മക്കളെ? ഈ ചാപ്റ്ററിൽ എക്സും വൈയും ഇല്ല കേട്ടോ, എക്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പേടിക്കണം. ഓക്കെ, എക്സും വൈ ഉണ്ടാകുമ്പോൾ കൺഫ്യൂഷൻ. എക്സ് വൈന്ന് എടുക്കേണ്ട, നിങ്ങൾ എക്സ് വെച്ചിട്ട് മാത്രം എഴുതിയാൽ മതി. എല്ലാവരും ശ്രദ്ധിക്കുക, ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ പറയാൻ പോവാണ്. ആ സ്റ്റെപ്പ് വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് പഠിക്കാൻ നിങ്ങൾക്ക് അറിയുന്ന കുട്ടികളാണെങ്കിൽ പോലും പുതിയ എന്തെങ്കിലുമൊക്കെ ഇതിൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഇത് മിസ്സാക്കരുത്. ഏറ്റവും ആദ്യത്തെ ടോപ്പിക് എഴുതി വെച്ചോളൂ മക്കളെ. നിങ്ങൾക്കറിയാം ഒരു രണ്ടാം കൃതി ബഹുപദം, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഒരു ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ 3x² + 2x + 5. ഈ കാണുന്ന ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എ എന്ന് പറയുന്നത് 3 ആണ്, ബി എന്ന് പറയുന്നത് 2 ആണ്, സി എന്ന് പറയുന്നത് 5 ആണ്. ഇനി അടുത്തൊരു എക്സാം ആണ് 3x² + 5x. ഇവിടെ സി ഇല്ല, പക്ഷെ ഇതും എന്താണ്? ഒരു സെക്കൻഡ് ഡിഗ്രി അഥവാ രണ്ടാം കൃതിയാണ്. അടുത്തൊരു എക്സാമ്പിൾ വെറും x². ഇവിടെ എ ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ എത്ര? എന്റെ പൊസിഷനിൽ 1 ആ വരുന്നത് അല്ലെ? ബി ഇല്ല, സി ഇല്ല, ഒരു കുഴപ്പമില്ല, ഇതും രണ്ടാം കൃതിയാണ്. എന്നാൽ വെറും ഇങ്ങനെ മാത്രം എഴുതിയാലോ? ഇവിടെ x² ടേം ഇല്ല, അതുകൊണ്ട് ഇതൊരു സെക്കൻഡ് ഡിഗ്രി അഥവാ രണ്ടാം കൃതി ഇക്വേഷൻ അല്ല. അപ്പൊ എക്സിന്റെ മുകളിലത്തെ ഏറ്റവും വലിയ നമ്പർ എന്തായിരിക്കണം? 2 ആണെങ്കിൽ മാത്രമേ അത് എന്താവുള്ളൂ? സെക്കൻഡ് ഡിഗ്രി ആവുള്ളൂ. അപ്പൊ ഇതൊക്കെ സെക്കൻഡ് ഡിഗ്രിക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ. ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്?
എന്താണ് എ ബി സി? എ ഈക്വൽ ടു എവിടെ എഴുതും, ബി ഈക്വൽ ടു എവിടെ എഴുതും, സി ഈക്വൽ ടു എവിടെ എഴുതും? ഫോർ എക്സാമ്പിൾ 3x² - 2x എന്ന് മാത്രമാണ് ഇക്വേഷൻ എങ്കിൽ എ എന്ന് പറഞ്ഞാൽ 3 ആണ്, ബി എന്ന് പറഞ്ഞാൽ -2 ആണ്, സി എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇതാണ് ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ട പോയിന്റ്, പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഓക്കെ ആണെങ്കിൽ ഒന്ന് പുഞ്ചിരിച്ചോളൂ. ഓക്കെ ഓക്കെ അല്ലേ? ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു പോയിന്റ് ആണ് ഇപ്പൊ x² + 1. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എത്രയാ? എ എന്ന് പറഞ്ഞാൽ x² കൂടെ നമ്പർ 1. ബി എന്ന് പറഞ്ഞാൽ എത്രയാ? ഇവിടെ ബി ഇല്ല. എക്സിന്റെ കൂടെയാണ് ബി ആയിട്ട് നമ്മൾ പൊതുവെ യൂസ് ചെയ്യാറുള്ളത്. അത് ജനറൽ ആയിട്ട് എങ്ങനെ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ബി ഇല്ല, സി 1 ആണ്. ഓക്കെ, അപ്പൊ എന്താണ് സ്ക്വയർ കംപ്ലീഷൻ എന്ന് വെച്ചാൽ എല്ലാവരും മനസ്സിലാക്കി വെച്ചോളൂ മക്കളെ. വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു കാര്യം ഞാൻ പറയാൻ പോവാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിന്റെ വാല്യൂ എക്സിന് കിട്ടുന്ന ഉത്തരത്തിനെയാണ് നമ്മൾ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ എന്ന് പറയുക. അത് നിങ്ങൾക്ക് ഇനിയും മനസ്സിലാക്കാനുണ്ടോ. സോ ഞാൻ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിലേക്ക് കടക്കാണ്. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഈ ടോപ്പിക്കിൽ നിന്ന് എന്തായാലും ചോദ്യം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ എല്ലാവരും ശ്രദ്ധിച്ചോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം x+a² എക്സ്പാൻഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. x+a² അല്ലെ, x+y² എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. x² + 2 × a × x 2ax + y² അല്ലെങ്കിൽ a². ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ കാണുന്ന 2a പകുതി, 2a പകുതി എന്താണ്? 2a പകുതി എന്ന് പറഞ്ഞാൽ a ആണ്. ആ a സ്ക്വയർ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ എക്സിന്റെ കൂടെ ഏതാണോ നമ്പർ, എക്സിന്റെ കൂടെ ഏതാണോ നമ്പർ അതിന്റെ പകുതിയുടെ സ്ക്വയർ ആണ് ഇവിടെ മൂന്നാമത്തെ ടേം ആയിട്ട് വരുന്നത്, സി ആയിട്ട് വരുന്നത്. അതായത് മക്കളെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. ഇവിടെ എന്റെ സ്ഥാനത്ത് എത്ര ആയിരിക്കണം? 1 ആയിരിക്കണം. വെരി ഇമ്പോർട്ടന്റ്. സ്റ്റെപ്പ് നമ്പർ 1 എഴുതി വെച്ചോളൂ. സ്റ്റെപ്പ് നമ്പർ 1, സ്ക്വയർ കംപ്ലീഷൻ എല്ലാത്തിലും പോസിബിൾ ആവില്ല. വർഗം എല്ലാ ചോദ്യത്തിലും നമുക്ക് വർഗം തികയ്ക്കാൻ കഴിയില്ല. വർഗം തികയ്ക്കാൻ പറ്റണമെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് a = 1 ആയിരിക്കണം. a = എന്തായിരിക്കണം? 1 ആയിരിക്കണം, അല്ലെങ്കിൽ 1 ആക്കാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ x² + 6x. x² + 6x മക്കളെ വെരി ഇമ്പോർട്ടന്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. x² + 6x കൂടെ ഏത് നമ്പർ കൂട്ടിയാലാണ് അത് പെർഫെക്റ്റ് സ്ക്വയർ ആവുക, ഒരു പൂർണ്ണവർഗ സംഖ്യ ആവുക? എക്സിന്റെ കൂടെ ഏതാ നമ്പർ? ഇവിടെ എക്സിന്റെ കൂടെ 2a അല്ലേ, അതിന്റെ പകുതി എത്ര? a, അതിന്റെ സ്ക്വയർ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ 6ന്റെ പകുതി എത്രയാ? 3. അതിന്റെ സ്ക്വയർ എത്ര? അതിന്റെ സ്ക്വയർ 9 ആണ്. സോ 3². ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പോ x + 2 × 3 അല്ലെ. അപ്പൊ x ഇവിടെ ഏതാണോ ലെറ്റർ x ആണ് വരുന്നത്, അതുകൊണ്ട് x എഴുതി. x + 6ന്റെ പകുതി എത്രയാ? 3 അല്ലെ. ഇവിടെ 2a പകുതി എത്ര? a. ആ a ആണ് ഇവിടെയും വരുന്നത്. x + 3² എക്സാമ്പിൾ ആണ്. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഇത്രേ ഉള്ളൂ ഇത് പഠിക്കാൻ, ആകെ പഠിക്കാൻ ഇത്രേ ഉള്ളൂ മക്കളെ. വെരി ഇമ്പോർട്ടന്റ് ആണ്. x² ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. എക്സിന്റെ കൂടെ ഏതാണോ നമ്പർ ഉള്ളത് നോക്കാം, അതിന്റെ പകുതിന്റെ സ്ക്വയർ ആണ് ഇവിടെ എപ്പോഴും വരിക. ഓക്കെ, ഇനി ഇതിനെങ്ങനെ സ്ക്വയർ കംപ്ലീഷൻ ആയിട്ട് എഴുതുന്നത്? ഇവിടെ ഏതാണോ ലെറ്റർ അത് എഴുതുക, ഈ എക്സിന്റെ കൂടെയുള്ള നമ്പറിന്റെ പകുതി ഇവിടെ അങ്ങ് എഴുതുക. അത്രേ ഉള്ളൂ. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. മനസ്സിലാവാത്ത ആളുകൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. x² + 10x കൂടെ ഏത് നമ്പർ കൂട്ടണം? 10ന്റെ പകുതി 5. 10ന്റെ പകുതി എത്രയാണ്? 5. 5ന്റെ സ്ക്വയർ 25. ഇതെങ്ങനെ ബ്രാക്കറ്റിലാക്കി എഴുതുക? ഇവിടെ x ആണെങ്കിൽ ഇവിടെ x, ഇവിടെ എക്സിന്റെ കൂടെയുള്ള നമ്പറിന്റെ പകുതി + 10ന്റെ പകുതി + 5. ഇതാണ് ഇതിന്റെ ആൻസർ. അതായത് x² + 10x + 25 എന്ന് പറഞ്ഞാൽ എന്താ? x + 5² ആണ്. ഇത്രേ ഉള്ളൂ ചാപ്റ്ററിലെ ഈ ഫസ്റ്റ് ടോപ്പിക് പഠിക്കാൻ, ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഞാൻ വേണമെങ്കിൽ വേറെ ഒന്ന് പറയട്ടെ. ഇപ്പൊ x² - 8x കൂടെ ഏത് നമ്പർ കൂട്ടണം? -8 ആണ് ഇവിടെ വരുന്നത്. -8ന്റെ പകുതി -4 ആണ്. സോ -4ന്റെ സ്ക്വയർ ആണ് രണ്ട് ഭാഗത്തും ആഡ് ചെയ്യേണ്ടത്. സോ എപ്പോഴും ഇവിടെ വരുന്ന നമ്പർ പോസിറ്റീവേ വരുള്ളൂ, കാരണം സ്ക്വയർ എപ്പോഴും പോസിറ്റീവേ ഉണ്ടാവുള്ളൂ. എന്നാൽ ബ്രാക്കറ്റിലേക്ക് എഴുതുന്ന സമയത്തോ x എഴുതുന്നു, എക്സിന്റെ കൂടെയുള്ള നമ്പർ -8, അതിന്റെ പകുതി, അവിടെ x - 4 ആവുന്നു. സോ ഈ കാണുന്നതിന്റെ ഉത്തരം എന്താണ്? x - 4² ആണ്. ഇത്രയും ഓക്കെ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കുക. ഇതാണ് ഇത്ര പഠിക്കാനുള്ളൂ. ഇനി ഞാൻ ഇതിന്റെ പ്രോബ്ലം കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പൊ ജനറൽ ആയിട്ട് ഞാൻ പറയുകയാണ് മക്കളെ, സ്ക്വയർ കംപ്ലീഷന്റെ സ്റ്റെപ്പ് നമ്പർ 1 a = 1 ആണോ നോക്കണം. സ്റ്റെപ്പ് നമ്പർ 1 എന്താണ്? a = 1. രണ്ടാമത്തെ സ്റ്റെപ്പ് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ മക്കളെ, ax² + bx + c അല്ലേ. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? a = 1 ആണോ ചെക്ക് ചെയ്തു. a = 1 ആണെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. എന്റെ സ്ഥാനത്ത് ഫോർ എക്സാമ്പിൾ 2x² + 6x ആണ് എങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്?
6ന്റെ പകുതി 3 സ്ക്വയർ എടുത്ത് ഇവിടെ ആഡ് ചെയ്യരുത്, ഉത്തരം കിട്ടൂല. a = 1 ആവണം. അല്ലാത്ത കേസിൽ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇങ്ങനെ a = 1 ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ? ബിന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യും. ബിന്റെ പകുതിയുടെ സ്ക്വയർ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യും. ആഡിങ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് ഭാഗത്തും ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ x² പ്ലസ്, ഇപ്പോൾ ഇതിലില്ലാത്തൊരു നമ്പർ ഇപ്പം 12x ആണെന്ന് വിചാരിച്ചോ. അപ്പൊ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യുന്ന നമ്പർ ഏതായിരിക്കും? 12ന്റെ പകുതിന്റെ സ്ക്വയർ 6ന്റെ സ്ക്വയർ, അഥവാ 36 ആയിരിക്കും രണ്ട് ഭാഗത്തും ആഡ് ചെയ്യാം. 36 മറ്റു സ്ഥലത്തുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എക്സാമ്പിൾ ഞാൻ വേറെ കാണിച്ചാൽ, എന്നിട്ട് സോൾവ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? സോൾവ്. ഓക്കെ, ഒരു എക്സാമ്പിളിലേക്ക് അടക്കാണ്. എല്ലാവരും ചോദ്യം ശ്രദ്ധിച്ചോളൂ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. x² പ്ലസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. x² പ്ലസ് 4x ആക്കണ്ട, ഒരു 6x = 16 ആണെന്ന് വിചാരിച്ചോ. എന്താണ്? ഒരു ക്വസ്റ്റ്യൻ ആണ്. x² പ്ലസ് 6x = 16 ആണ് എങ്കിൽ ഇതിന്റെ കൂടെ ഏത് സംഖ്യ കൂട്ടിയാലാണ്, ഇത് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ, ഏത് സംഖ്യ കൂട്ടിയാലാണ് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുക? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാ. 6ന്റെ പകുതി 3, 3ന്റെ സ്ക്വയർ 9. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? 9. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 9. ഇതിന്റെ കൂടെ ഏത് നമ്പർ കൂട്ടിയാലാ ഒരു വർഗം തികയ്ക്കുക? 9 കൂട്ടിയാലാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്കിൽ ആ സംഖ്യകൾ ഏത്? എക്സിന്റെ വില എന്ത്? അപ്പൊ എക്സിന്റെ വില കാണുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? x പ്ലസ് 6ന്റെ പകുതി 3 = 25. ഇനി അങ്ങോട്ട് ചെയ്യുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ സ്ക്വയറിന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? റൂട്ട് ആവും, √25. ഓക്കെ, അപ്പം √25 പറഞ്ഞാൽ രണ്ട് ഉത്തരം ഉണ്ടാവും. x + 3 = +5 ഓർ x + 3 = -5. അതായത് √25 പറഞ്ഞാൽ +or -5 ആ. 5ന്റെ സ്ക്വയറും 25 ആണ്, -5ന്റെ സ്ക്വയർ 25 ആണ്. അപ്പൊ രണ്ട് ഉത്തരങ്ങൾ എല്ലാ ചോദ്യത്തിലും എഴുതിക്കോളൂ, ഒരു കുഴപ്പമില്ല. അപ്പൊ അതിൽ നമുക്ക് എക്സിന്റെ വില കിട്ടും. +3 അങ്ങോട്ട് കൊണ്ടാൽ 5 - 3 = 2. +നെ അങ്ങോട്ട് കൊണ്ടാൽ -5 - 3 -8. ഇത്രേ ഉള്ളൂ ഇത് പഠിക്കാൻ. ഇതാണ് ആകെ നിങ്ങൾ പഠിക്കാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ നിങ്ങൾ ചെയ്ത് പഠിക്കാൻ. ഓക്കെ, ഇനി അത് നെഗറ്റീവ് വെച്ചൊരു നമ്പറും കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ x² - 8x = ഒരു 33 ആയിക്കോട്ടെ, 33. ഇതിന്റെ ആൻസർ നമ്മൾ എങ്ങനെയാ ചെയ്യുക? ഇതിന്റെ ആൻസർ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? x² - 8x -8ന്റെ പകുതി എത്രയാണ്? -4. -4ന്റെ സ്ക്വയർ +16 = 33 + 16. എന്ത് കിട്ടും? x - 4 ഹോൾ സ്ക്വയർ = 49 അല്ലെ? ഇവിടെ x ആണെങ്കിൽ ഇവിടെ x, -8 ആണ് -4. ഓക്കെ, ഇവിടെ ചിലപ്പോൾ n വരും. n ആണെങ്കിൽ ഇവിടെ n ഇട്ടാൽ മതി, ഒരു മാറ്റവും. y ആണെ y ഏതും ഇടാം, നോ പ്രോബ്ലം. ആൻസർ ആയി x - 4 = √49 +or -7. രണ്ട് ഉത്തരം കിട്ടും. x - 4 = +7 x - 4 = -7. ഓക്കെ, ക്ലിയർ ആണല്ലോ, യാതൊരു സംശയമില്ലല്ലോ. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ, ഇതിന്റെ ഫൈനൽ ആൻസർ x = 7 + 4 = 11 or x = -7 + 4 = -3. ഇത് രണ്ടുമാണ് ഇതിന്റെ ഉത്തരം. ഇത്രയും ഫുൾ മാർക്കാണ്. എന്നാൽ ഒരു ട്വിസ്റ്റ് പറയട്ടെ. ഫോർ എക്സാമ്പിൾ x² - 3x അല്ലെ +3x = 5. ഇവിടെ എക്സിന്റെ സ്ക്വയറിന്റെ സ്ഥാനത്ത് 1 ആണ്, ഒരു കുഴപ്പമില്ല, സ്ക്വയർ കംപ്ലീഷൻ പോസിബിൾ ആണ്. രണ്ട് ഭാഗത്ത് ഏത് നമ്പർ കൂട്ടണം? x² + 3x. 3ന്റെ പകുതി 1.5, 1.5ന്റെ സ്ക്വയർ, അത് പ്രശ്നമാണ്. അതെന്താണ്? പ്രശ്നമാണ്. ഫോർ എക്സാമ്പിൾ 5ന് പകരം ഇപ്പം 6.75 എന്നൊക്കെ എഴുതി കൂട്ടിക്കോ, 6.75. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6.75 + 2.25. ഓക്കെ, ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കാം. പക്ഷെ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. കാരണം പോയിന്റ് നമ്പറുകളൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നത് കൃത്യമായിട്ട് അറിയാം. അതേപോലെ റൂട്ടിന്റെ ഉള്ളിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഉത്തരം കിട്ടൂല, ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത് സ്ക്വയർ കംപ്ലീഷൻ പോസിബിൾ ആണോ? വർഗം തികയ്ക്കാൻ പറ്റുമോ? യെസ്, പറ്റും. കാരണം x² കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. അതുകൊണ്ട് വർഗം തികയ്ക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഓഡ് നമ്പർ ആയതുകൊണ്ട്, എക്സിന്റെ കൂടെ ഓഡ് നമ്പർ ആണെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പറ്റുന്ന അറിയാവുന്ന ആളുകൾ അത് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ കേസുകൾ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ആൻസർ കണ്ടെത്തേണ്ടത്. ഓക്കെ ആണോടാ മക്കളെ?
ഇങ്ങനത്തെ കേസുകൾ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം? ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. അപ്പം x² + 3x ഈക്വൽ ടു ഒരു 5 ആണെന്ന് വിചാരിച്ചോ. ഈ കാണുന്ന നമ്പറിന്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാം? അല്ലെങ്കിൽ 5 ഒഴിവാക്കിയിട്ട് നമുക്ക് ഒരു 2 ആണെന്ന് വിചാരിച്ചോ. ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് ചെറിയൊരു ടാസ്ക് ഉണ്ട്. എന്താ ടാസ്ക് എന്നറിയാം? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ മക്കളെ. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ +3ന്റെ പകുതിയുടെ സ്ക്വയർ ഒന്ന് ആഡ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ നമ്മൾ ആദ്യം തന്നെ x² + 3x + 2 അങ്ങോട്ട് കൊണ്ടുവരാം. -2 = 0. ഓക്കെ, ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് -b ± ആണ്. അപ്പൊ ഈ കാണുന്ന വീഡിയോയിൽ കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് നിങ്ങൾ -b ± യൂസ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് നിങ്ങൾ സ്ക്വയർ കംപ്ലീഷൻ യൂസ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞുതരും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കണ്ടതിന് ശേഷം അടുത്ത വീഡിയോയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കാം. നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കും, യാതൊരു സംശയം വേണ്ട. 100% പെർഫെക്റ്റ് ആയിരിക്കും. അത്ര ഈ ചാപ്റ്റർ പഠിക്കണം. ആ 2 കാര്യങ്ങൾ പഠിച്ചാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞടാ. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ ആദ്യം തന്നെ a = എത്ര നോക്കാം? a = 1. രണ്ടാമത് b = എത്ര നോക്കാം? b = 3. മൂന്നാമത്തെ c = എത്ര നോക്കാം? c = -2. ഇതങ്ങ് എഴുതി വെക്കാം. ഓക്കെ, സ്ക്വയർ കംപ്ലീഷൻ നിങ്ങൾ പഠിച്ചല്ലോ. സ്ക്വയർ കംപ്ലീഷൻ പോസിബിൾ ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? x² സ്ഥാനത്ത് 1 ആവുകയും വേണം. എന്നിട്ട് ഇവിടെയുള്ള നമ്പറിന്റെ സ്ക്വയർ, പകുതിന്റെ സ്ക്വയർ എന്താക്കുക? ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തു വരാം. ഈ കാണുന്ന ചോദ്യത്തിൽ എന്താ ട്വിസ്റ്റ് ഉള്ളത്? ഇവിടെ എക്സിന്റെ കൂടെയുള്ള നമ്പർ ഓഡ് നമ്പർ, ഒറ്റ സംഖ്യയാണ്. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇത് യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x = -b -3 ± √b² - 4 × a × c / 2a. ഓക്കെ, x² -b ± √b² ഇത് ഇക്വേഷനിലുള്ളതാണ്. ഇക്വേഷനിലുള്ളതാണ് മക്കളെ. ഇക്വേഷൻ അറിയാത്ത ആളുകൾ നിർബന്ധമായിട്ട് പഠിക്കണം. -b ± √b² - 4ac / 2a. ഇതിന് ശരിക്കും ഒരു പേരൊക്കെ ഉണ്ട്. ഇതിന്റെ പേരാണ് ഡിസ്ക്രിമിനന്റ്. DISC ഡിസ്ക്രിമിനന്റ്. പിന്നെ അതേപോലെ അല്ലെങ്കിൽ വിവേചകം എന്നൊക്കെ ഇതിന് പേര് പറയാറുണ്ട്. പറ്റുന്ന ആൾക്കാർ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ ഇത്രേ ഉള്ളൂ. സോ -3 ഇതിന് 2 ഉത്തരം കിട്ടും. -3 ± √3ന്റെ സ്ക്വയർ 9. 2 മൈനസ് ഗുണിച്ചാൽ പ്ലസ് ആവും. അതാണ് ആ പ്ലസ് ഇട്ട് കേട്ടോ. -4 × 1 -4 -4 × -2 +8 / 2a. അപ്പൊ ഇതിന്റെ ഉത്തരത്തിലുള്ളൂ -3 ± √17/2. ഇത് നമുക്ക് ഇനി ചെറുതാക്കാൻ കഴിയോ? √17 നമുക്ക് ഇനി ചെറുതാക്കാൻ കഴിയോ? ഇല്ല. അപ്പൊ ഇതിന്റെ ആൻസർ ഇത്ര എഴുതിയാൽ ഫുൾ മാർക്കാണ്. ഇത്ര എഴുതിയാൽ ഫുൾ മാർക്കാണ്. ചെറുതാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ വരും. ചിലപ്പോൾ ഇവിടെ 25 ഒക്കെ വരും. 25 എന്നാൽ എന്ത് ചെയ്യണം? -3 ± √25 5 ആണ് /2. ഇതിന്റെ ഉത്തരം -3 + 5/2 or -3 - 5/2. അപ്പൊ ഇതുപോലത്തെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഡ് നമ്പർ ഒക്കെ വരുന്ന സമയത്ത് ഏറ്റവും നല്ല ഇതാണ്. ഇനി ഇത് രണ്ടും കൂടി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഏത് ചോദ്യത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ കാണുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഞാനിപ്പോ ചെയ്ത ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഏത് ഈ ക്വസ്റ്റ്യൻ ഞാനിപ്പോ ചെയ്ത ഇത് സ്ക്വയർ കംപ്ലീഷൻ വെച്ചിട്ടല്ലേ ചെയ്ത്? ഈ സെയിം ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഞാൻ -b ± വെച്ച് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ എന്താണ്? x² - 8x = +33 ആണ്. അപ്പോൾ ഇത് നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ വർഗത്തിക വെച്ച് ചെയ്യാൻ പറ്റും. എന്നാൽ ഇതേ ചോദ്യം തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് വെച്ചും ചെയ്യാം? -b ± വെച്ചും ചെയ്യാം. അപ്പൊ -b ± എന്ന് പറയുന്നത് ഒരു ജനറൽ ഇക്വേഷൻ ആണ്. അത് ഏത് ചോദ്യത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, പക്ഷെ മറ്റേ പഠിച്ചാൽ ഉപകാരം എന്താ? അത് പെട്ടെന്ന് ചെയ്യാനും പറ്റും. ചിലപ്പോൾ ആ കോൺസെപ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ട് ചോദ്യങ്ങൾ വരും. അപ്പം പഠിക്കുന്ന കുട്ടികൾ രണ്ടും പഠിക്കുക. ഇനി കൺഫ്യൂഷൻ ഉള്ള കുട്ടികൾ ഏതോ ഒന്ന് പഠിക്കുക. ഓക്കെ, സോ -b എന്ന് പറഞ്ഞാൽ ഇവിടെ -bന്റെ സ്ഥാനത്ത് -8 ആണ്. സോ x = -b അല്ലെ, -8 ± √b² - 4 × a × c / 2a. മക്കളെ, റൂട്ടിന്റെ ഉള്ളിൽ മൊത്തത്തിൽ നെഗറ്റീവ് ആണെങ്കിൽ ഉത്തരം ഇപ്പൊ √-17 എന്നാണ് വന്നതെങ്കിൽ അവിടെ എന്തില്ല? സൊല്യൂഷൻ ഉണ്ടാവില്ല. ഉത്തരം റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ ഉത്തരം കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ഇവിടെ റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് ആണ്, നമുക്ക് ടോട്ടൽ നോക്കണം. സോ ഇതിന് ആൻസർ എന്ത് വരും? -8 എന്ന് പറഞ്ഞാൽ +8 ആണ്. ± √b² എന്ന് പറഞ്ഞാൽ 64. 64 പ്ലസ് 4 × 33. 4 × 33 പറഞ്ഞാൽ എത്ര? 4 × 33 പറഞ്ഞാൽ 120 132 / 2a. സോ 8 ± √130 160
64. 2 4 16 6 1 ശിഷ്ടം 6 3 9 10. ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോടാ. 120 132 അല്ലേ? 132 8 സ്ക്വയർ 64 206. നോക്കട്ടെടാ മക്കളെ. -8ന്റെ -8ന്റെ പകുതി -4 -4 സ്ക്വയർ 16 33 16 49. റെഡിയാണല്ലോ. x - 4 ഹോൾ സ്ക്വയർ. ഓക്കെ. അപ്പം -8 -33. അപ്പം 8 + or - b സ്ക്വയർ 64 b സ്ക്വയർ -4a × c 4 × 1 × -3 4 × 30. 4 × 30 120. 4 × 3 111. -64 പ്ലസ് ഓക്കെ 64 + 132. ഓക്കെ 196. മണ്ടൻ ഞാൻ എന്തൊരു മണ്ട. ഞാനിങ്ങനെ നോക്കാം, അങ്ങനെ മിസ്റ്റേക്ക് വരില്ലല്ലോ. ഓക്കെ 196 ആട്ടോ. കൂട്ടുന്ന മക്കളെ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ കൂട്ടുന്നത് തെറ്റി പോരുത്. അത് നിങ്ങൾ തെറ്റിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തെറ്റിച്ചത്. ഓക്കെ ക്ഷമിക്കാം. ഓക്കെ സോ മക്കളെ ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബൈ 2a2. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവില്ലേ സാറേ 196 ആണെന്നുള്ളത്. ഓക്കെ സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇതിന് ആൻസർ എന്ത് വരും? വളരെ സിമ്പിൾ ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക. 8 + or - √196 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 15ന്റെ സ്ക്വയർ 225 ആണ്. പിന്നെ തൊട്ട് മുമ്പ് 14. സോ 14/2. സോ ഇതിന്റെ ഉത്തരത്തിലോട്ട് 8 + 14/2 or 8 - 14/2. 22ന്റെ പകുതി 11. 8 ന്ന് 14 കുറച്ചാൽ -6. -6ന്റെ പകുതി -3. രണ്ട് ഉത്തരം സെയിം അല്ലേ? നോക്കി ഏത് രീതിയിൽ ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷേ ഈ കാണുന്ന മെത്തേഡ് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്ത് 1ഉം ഇവിടെ ഈവൻ നമ്പറും ഇരട്ട സംഖ്യയും ആവുന്ന സമയത്താണ് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ യൂസ് ചെയ്ത്. അല്ലാത്ത കേസിലൊക്കെ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? -b + or - √b² - 4ac/2 എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യും. പ്രിയപ്പെട്ട മക്കളെ ഒറ്റ ട്വിസ്റ്റുള്ള ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒറ്റ ക്വസ്റ്റ്യൻ അതുകൂടി ഈ ടോപ്പിക് ഈ ചാപ്റ്റർ ഇത്ര പഠിക്കാനുള്ളൂ. അടുത്ത ചാപ്റ്ററിൽ ഞാൻ എന്താ പറയാന്നറിയോ? ഒരു ചോദ്യം കിട്ടിയാൽ എങ്ങനെയാണ് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ കൂടുതൽ ആളുകൾക്ക് അറിയാത്തൊരു ടോപ്പിക്കാണത്. അപ്പം ഫസ്റ്റ് നിങ്ങൾ ഈ ചാപ്റ്റർ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം, ബേസ്. അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ വീഡിയോ 2 or 3 തവണ കാണുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അടുത്ത വീഡിയോയിൽ ഞാൻ ആ ഇക്വേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പഠിപ്പിച്ചു തരും. അതിന്റെ അടുത്ത വീഡിയോയിലായിട്ട് തന്നെ ചോദ്യങ്ങളും തരും. അങ്ങനെ നമ്മൾ ഈ ടോപ്പിക്ക് പെർഫെക്റ്റ് ആക്കും. ആകെ 2 കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ കാണുന്ന വീഡിയോനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒന്നെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ വെച്ചിട്ടായിരിക്കും ചോദ്യം ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതായിരിക്കും. ഈ കാണുന്നത് ഏത് ചോദ്യത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പം ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം എന്ന് പറയുന്നത് ഒരു A+ ലെവലിൽ വിചാരിക്കുന്ന കുട്ടികളൊക്കെ ഈ ടോപ്പിക്ക് വൃത്തിയിൽ പഠിക്കണം. ഇത് പഠിക്കണമെങ്കിൽ കണ്ടീഷൻ A = 1 ആയിരിക്കണം. ബിന്റെ സ്ഥാനത്ത് ഒരു ഈവൻ നമ്പറും ആയിരിക്കണം, ഒരു ഇരട്ട സംഖ്യ. ഓക്കെ അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അല്ലാത്ത കേസിലൊക്കെ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുക. ഓക്കെ സോ ഇതിൽ തന്നെ ഒരു ട്വിസ്റ്റുള്ള ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രിയപ്പെട്ട മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പം 2x² + 12x = 26. ഈ കാണുന്ന ചോദ്യം നിങ്ങൾ ഏത് മെത്തേഡ് വെച്ചിട്ടാണ് ആൻസർ ചെയ്യുക? ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2x² + 12x - 26 = 0. എന്നിട്ട് a = 2, b = 12, c = -26. വലിയ നമ്പർ ആണ്. നിങ്ങൾക്ക് ചെയ്തു നോക്കാം, ഒരു കുഴപ്പമില്ല, ഉത്തരം കിട്ടും. ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇത് ഏത് മെത്തേഡാ? ഇക്വേഷൻ വെച്ചുള്ള മെത്തേഡാണ്. അപ്പൊ ഇക്വേഷൻ എഴുതണമെങ്കിൽ =0 ഫോർമാറ്റിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് എഴുതാൻ പാടുള്ളൂ. ax² + bx + c = 0. പക്ഷെ ഞാൻ പറയുന്നു, ഈ കാണുന്ന ചോദ്യത്തിൽ സ്ക്വയർ കംപ്ലീഷൻ അഥവാ വർഗം തികയ്ക്കാൻ പറ്റുമോ ഇല്ലയോ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പറ്റില്ല എന്നതാണ്. കാരണം x² കോഎഫിഷ്യന്റ് ആയിട്ട് 2 വരാൻ പാടില്ല. 1 വന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ നോക്കുക, ഈ എല്ലാ നമ്പറും ഈവൻ നമ്പർ ആണോ നോക്കുക, അല്ലെങ്കിൽ എല്ലാ നമ്പറും ഇവിടെയുള്ള നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. 2ന്റെ മൾട്ടിപ്പിൾ ആണോ 12, 2ന്റെ മൾട്ടിപ്പിൾ ആണോ 26 നോക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എല്ലാ ഇക്വേഷനെയും അല്ലെങ്കിൽ എല്ലാ ഭാഗത്തെയും നിങ്ങൾക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ എല്ലാത്തിനെയും ഇവിടെയുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇതിനെ ചെറുതാക്കി എഴുതാം. 2 × 2 കട്ട് ചെയ്ത് പോയാൽ x². ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാട്ടോ പറയുന്നത്. പ്ലസ് 12 × 2 കട്ട് ചെയ്ത് പോയാൽ 6x = 26 × 2 കട്ട് ചെയ്ത് പോയാൽ 30. ഓക്കെ 30 ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ 32 നോക്കാം. ഇവിടെ 32 എന്നിട്ട് 60. ഓക്കെ 13 തന്നെ ആക്കുകയാണെങ്കിൽ 26 തന്നെ ആക്കുകയാണെങ്കിൽ
13 വരും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താ? രണ്ട് ഭാഗത്ത് ഏത് ആഡ് ചെയ്യാം? 6ന്റെ പകുതി 3, 3ന്റെ സ്ക്വയർ 9. രണ്ട് ഭാഗത്ത് ഞാൻ 9 ആഡ് ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് ഉത്തരം കിട്ടും? എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 19, 13, 9, 22. സോ എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു റൂട്ട് 22 അല്ലെ? എക്സ് പ്ലസ് 3 എന്നാൽ എത്ര? റൂട്ട് 22 ആണ്. അപ്പൊ ഈ റൂട്ടിനെ നമുക്ക് ചെറുതാക്കാൻ കഴിയില്ല. ഞാൻ ഇവിടെ 32 ഇട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ 16 ആണെങ്കിൽ 25 കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ഞാൻ വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ച് ഇതും കൂടി ചെയ്താണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ട് ഉത്തരം എഴുതുക. അപ്പൊ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാം, എല്ലാ ഏരിയകളിലൂടെ. അപ്പൊ എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു പ്ലസ് റൂട്ട് 22 എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു മൈനസ് റൂട്ട് 22. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഫൈനൽ ആയിട്ട് നിങ്ങൾ എത്ര ചെയ്താൽ മതി? അപ്പൊ ഇതിന്റെ ഫൈനൽ ആൻസർ എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് 22 മൈനസ് 3 എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് റൂട്ട് 22 മൈനസ് 3. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ. ഓക്കെ, റൂട്ട് 25 ആണെങ്കിൽ റൂട്ട് 25 മൈനസ്, സെറ്റ് ആണെങ്കിൽ സെറ്റ്. ഇത്രയാണ് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് മക്കളെ. അപ്പൊ 3 കാര്യങ്ങളെ നിങ്ങൾ ഇന്ന് പഠിപ്പിച്ചു കഴിഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ക്വയർ കംപ്ലീഷൻ അഥവാ വർഗത്തികവാണ്. വർഗം തികയ്ക്കണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്റെ സ്ഥാനത്ത് 1 ആയിരിക്കണം, ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ ഇവിടെ ഒരു ഈവൻ നമ്പർ അഥവാ ഇരട്ട സംഖ്യ ആയിരിക്കണം. അത് പ്ലസ് ആയാലും കുഴപ്പമില്ല, മൈനസ് ആയാലും കുഴപ്പമില്ല. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് എങ്ങനെയാ ചെയ്യുന്നത്? ഇവിടെ ഏതാണോ നമ്പർ അതിന്റെ പകുതിന്റെ സ്ക്വയർ ആണ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിനെ ബ്രാക്കറ്റിൽ ഇടും. ഈക്വൽ ടു ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ എക്സിന്റെ വില കണ്ടുപിടിക്കും. അതിനെയാണ് നമ്മൾ സൊല്യൂഷൻ അഥവാ പരിഹാരം എന്ന് കാണുക. ഇതേ ടോപ്പിക് തന്നെയാണ് നിങ്ങൾക്ക് പോളിനോമിയൽസ് അഥവാ ബഹുപദങ്ങളിലും പഠിക്കാനുള്ളത് കേട്ടോ. അതുകൊണ്ട് പഠിച്ചു വെച്ചത് നല്ലതാണ്. ഓക്കെ, അപ്പൊ സ്ക്വയർ കംപ്ലീഷൻ പെർഫെക്റ്റ് ആണ്. എന്നാൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ചെയ്യുക? രണ്ടാമത്തെ സമവാക്യം വെച്ചിട്ട് അത് ഏത് ചോദ്യത്തിൽ നമുക്ക് എന്താക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ചെയ്ത എല്ലാ ചോദ്യങ്ങളിലും നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ യൂസ് ചെയ്യാം. ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കേണ്ടേ ഉള്ളൂ. ഈക്വൽ ടു 0 ഫോർമാറ്റിലേക്ക് ഇക്വേഷനെ കൺവേർട്ട് ചെയ്യണം. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും. ഇവിടെ ഇപ്പോൾ പ്ലസ് 33 ആണെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് മൈനസ് 33 ഈക്വൽ ടു 0 എന്ന് എഴുതണം. ഇവിടെ ഇപ്പം മൈനസ് 33 ആണെങ്കിൽ അവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പ്ലസ് 33 എഴുതണം. അപ്പൊ എന്തായാലും ഈക്വൽ ടു 0 ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് എന്റെ വിലയും ബിന്റെ വിലയും സിന്റെ വിലയും എഴുതി വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരും. ലാസ്റ്റ് ഉത്തരങ്ങൾക്ക് എന്താ? ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഇങ്ങനെ ആയിരുന്നു എഴുതുന്നത് കൂട്ടിക്കോ. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഉത്തരം നിങ്ങൾ ചെയ്യുമ്പോൾ എ ഈക്വൽ ടു 1 ആണ്, ബി ഈക്വൽ ടു 2 ആണ്, സി ഈക്വൽ ടു 3 ആണ്. ചെയ്ത് നോക്കിയാൽ മക്കളെ, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ സി 4c ബൈ 2a. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ ഉത്തരം? മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 4 മൈനസ് 12. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും ഇവിടെ മനസ്സിലായി ഇതിനുള്ളിൽ നെഗറ്റീവ് വരിക. 4 നിന്ന് 12 കുറച്ചാൽ എന്താ? നെഗറ്റീവ് ആണ്. അപ്പൊ റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ നമുക്ക് ഉത്തരം അറിയില്ല അല്ലെ? അതായത് ഇവിടെ എന്തില്ല? സൊല്യൂഷൻ ഇല്ല അഥവാ പരിഹാരമില്ല. എക്സിന് ഒരു വിലയും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. എക്സിന് ഒരു വില കൊടുത്താലും നമുക്ക് എന്ത് കിട്ടൂല? 0 കിട്ടൂല. അപ്പൊ നോ സൊല്യൂഷൻ. അതായത് ഡിസ്ക്രിമിനന്റ് അഥവാ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് 0-നേക്കാൾ കുറവാണെങ്കിൽ നോ സൊല്യൂഷൻ, പരിഹാരമില്ല. ഇപ്പം ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറഞ്ഞത് 0-നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ ചെയ്തു റൂട്ട് 22, റൂട്ട് 15, റൂട്ട് 25, റൂട്ട് 16 ഒക്കെ വരികയാണെങ്കിൽ അവിടെ 2 സൊല്യൂഷൻ ഉണ്ടാവും. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. സിമ്പിൾ ട്രിക്കുകളാണ് കേട്ടോ. അപ്പൊ എല്ലാ ഏരിയയും പഠിപ്പിച്ചു പോണ്ടേ. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ആണെങ്കിൽ എ ഈക്വൽ ടു 1 ആണ്, ബി ഈക്വൽ ടു 2 ആണ്, സി ഈക്വൽ ടു 1 ആണ് അല്ലെ? അപ്പൊ ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ആൻസർ ഈസി ആയിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്താ? 2xന്റെ അല്ലെങ്കിൽ 2ന്റെ പകുതിന്റെ സ്ക്വയർ ആണ് ഇവിടെ ഉള്ളത്. 2ന്റെ പകുതിന്റെ സ്ക്വയർ. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2ന്റെ പകുതി 1 എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയറിന് എഴുതാം, ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇനി മൈനസ് ബി പ്ലസ് ഓർ മൈനസ് വെച്ചാണ് ചെയ്തെങ്കിൽ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി ബൈ 2a മൈനസ് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 മൈനസ് 4 കണ്ടില്ലേ? ഇതിൽ 0 വന്നു. 0 വന്നാൽ ഒരു ഉത്തരം ഉണ്ടാവുള്ളൂ. റൂട്ടിനുള്ളിൽ 0 വന്നാൽ ഒറ്റ ഉത്തരം, 1 സൊല്യൂഷൻ കേട്ടോ. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ 1 സൊല്യൂഷൻ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾ കുറച്ചൊരു ടഫായിട്ട് ചില ആളുകൾക്ക് ഫീൽ ചെയ്യും. അങ്ങനെ കഷ്ടപ്പെടണമെന്നില്ല. ബാക്കി ഞാൻ പറഞ്ഞൊക്കെ ക്ലിയർ ആക്കുക. ബാക്കി ചോദ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൃത്തിയിൽ മനസ്സിലാവും കേട്ടോ. സോ മക്കളെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാൻ പോവുകയാണ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. എക്സ് സ്ക്വയർ മൈനസ് 6x ഈക്വൽ ടു ഒരു ടഫ് നമ്പർ അല്ലേ 40 ആണ് എങ്കിൽ, ടഫല്ല സിമ്പിൾ ആണ്, 40 ആണ് എങ്കിൽ എക്സിന്റെ വില എത്ര? ഓക്കെ, അതാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യണം നിങ്ങൾ നോക്കണം, എന്നിട്ട് നിങ്ങൾ ആൻസർ ചെയ്യണം. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം.
എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 1. ഇതിന് ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണം. എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 1. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിന്റെ എക്സിന്റെ വില നിങ്ങൾ എന്താക്കണം, കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ രണ്ടിന്റെ ആൻസർ നിങ്ങൾ എന്താക്കുക, ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. നിങ്ങൾ അടിപൊളിയാണ്. അപ്പോൾ ഈ ക്ലാസ്സിലായിട്ടുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ എന്താണ് വരുന്നത് വെച്ചാൽ, അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ ഇക്വേഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇതൊക്കെ ജനറൽ ഫോർമാറ്റ് വെച്ചിട്ട് ഇക്വേഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് അതിൽ എങ്ങനെ ആൻസർ കണ്ടെത്തണം, ഏത് മെത്തേഡ് യൂസ് ചെയ്യണം, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറച്ചധികം ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഉണ്ടാവുന്നത്. സോ ഇന്നത്തെ ഈ ഒറ്റ വീഡിയോ നിങ്ങൾ ഈ ചാപ്റ്റർ മുഴുവനും പഠിച്ചു കഴിഞ്ഞു. ഇത്രയും ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. നിങ്ങളുടെ കൂടെ ഇനിയും ഞാൻ ഉണ്ടാകും എന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഇറ്റ്സ് മീ ഫൂഫു ഹിയർ, then wife here. വെൽക്കം, സോറി, ബൈ ബൈ, ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിനൊക്കെ എന്താക്കി കൊടുക്കുക, വീഡിയോ അയച്ചു കൊടുക്കുക കേട്ടോ. ശരി.